വൻ അഴിമതിയുണ്ട്. വൻ അഴിമതി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് ഇത് ചോർന്നൊലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ അഴിമതി നടന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, വാതിലുകൾ എഴുതിയിരിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആശുപത്രിയുടെ ഫാർമസിയുടെയും സൈഡ് വാതിൽ പ്രവേശനമില്ല. അതുകൊണ്ട് ഇത്തരം അഴിമതിക്കാരെ കണ്ടെത്തി തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. ₹1 വരെയുള്ള മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഷുഗറിന്റെ ഗുളിക പോലും കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഈ ആശുപത്രിയിലുള്ളത്. അറ്റകുറ്റപ്പണി അതിനകത്ത് പണിയിൽ വന്ന ക്രമക്കേടുകളാണ്. ഉപയോഗിക്കേണ്ട വസ്തുക്കൾ അത് നേരെ ഉപയോഗിക്കാതെ അതിനകത്തുനിന്ന് കമ്മീഷൻ അടിച്ചതാണ് അതിനകത്ത്. അതുകൊണ്ടാണ് ഈ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സാറിന് ആലോചിച്ച് നോക്കേണ്ട, ഇത് തെന്നി വീഴ് ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ആശുപത്രിയിൽ ഇന്നലകളിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 35 ലക്ഷം രൂപയാണ് ഈ ഒരു കെട്ടിടത്തിന്റെ പേരിൽ ഇവിടെ ആവിയായി പോയത്. ഒരു വർഷം പൂർത്തിയാവുന്നതിന് മുമ്പേ ഇത് ചോർന്നൊലിച്ച് ഉപയോഗശൂന്യമായിരിക്കുന്നു. ചോക്കടിക്കുന്നുള്ള ഒരു സാഹചര്യം. ഇവിടുത്തെ ടോക്കൺ സമ്പ്രദായം എല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. OP പഴയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇതിന്റെ പിന്നിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അല്ലെങ്കിൽ ഒരു വർഷം പൂർത്തിയാവുന്നതിന് ഇതിന്റെ പണിയിൽ വേണ്ടത്ര ജാഗ്രത പാലിച്ചിട്ടില്ല. മേൽനോട്ടം നടത്തേണ്ട ഉത്തരവാദിത്വം നടത്തേണ്ട ഉദ്യോഗസ്ഥർ കൃത്യമായ വീഴ്ച ഇതിൽ പാലിച്ചിരിക്കുന്നു. വളരെ വലിയ അഴിമതിയിൽ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. മാറ്റിയിരിക്കുക. ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലും ഉദ്ഘാടനം ചെയ്ത പുതിയ OP കൗണ്ടറാണിത്. യഥാർത്ഥത്തിൽ ഇത് കടൽ കായം കലക്കിയതുപോലെ 32 ലക്ഷം രൂപ വെറുതെ കളയോ. OP കൗണ്ടർ വേറെ ഉണ്ട്, അപ്പുറത്തുണ്ട്. അശാസ്ത്രീയമായി OP കൗണ്ടർ നിർമ്മിച്ചു എന്ന് മാത്രമല്ല, 32 ലക്ഷം രൂപയിൽ പകുതി പൈസ പോലും ചെലവാക്കി അല്ല ഇത് നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് മഴ പെയ്തപ്പോൾ അന്ന് കാലവർഷം ആരംഭിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ചോർന്നൊലിച്ച് ഗുരുതരമായ അപകടം. വാസ്തവത്തിൽ ഇതിന്റെ സീരിയസ്നെസ് ഇതിന്റെ അധികാരികൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. ഇത് ഇലക്ട്രിക്കൽ സ്വിച്ച്. ഈ സ്വിച്ചിന്റെ അകത്തൂടെയാണ് വെള്ളം എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജീവനക്കാരുടെ ആരോഗ്യം, ഇവിടെ വരുന്ന രോഗികളുടെ ആരോഗ്യവും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന തരത്തിലുള്ള അതിഗുരുതരമായ വീഴ്ചയാണ് അധികാരികളുടെ ഭാഗത്തുണ്ടായത്. ഈ സ്വിച്ചിൽ തൊട്ടു കഴിഞ്ഞാൽ കറണ്ടടിക്കും. ഇതിന്റെ ഈ സ്വിച്ചിന്റെ അകത്തൂടെ പൈപ്പിൽ കൂടി താഴോട്ടും വെള്ളം പോകുന്നുണ്ട്. 32 ലക്ഷം രൂപ ചെലവാക്കി ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഇത് നശിച്ച് നാമാവശേഷമായി. പകുതി പൈസ പോലും ചെലവാക്കിയിട്ടില്ല. വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്നും കുളക്കട CHC-യുടെ അവഗണന മാത്രമാണുള്ളത്. ഒരു വർഷം ആവുന്നതിന് മുമ്പേ ചോർന്നൊലിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിന് കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. വീണ്ടും ഇതുപോലുള്ള വൻ ഫണ്ട് ഉപയോഗിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഫലം എന്തോ. അതുകൊണ്ട് ഇത്തരം അഴിമതിക്കാരെ കണ്ടെത്തി തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. കേവലം ഒരു വർഷങ്ങൾ തികയുന്നതിന് മുൻപ് 35 ലക്ഷം രൂപ NRHM-ന്റെ ഫണ്ട് ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും അടക്കമുള്ള വലിയ കുട്ടികോഷ്ടി മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു വർഷം ആവുന്നതിന് മുമ്പിട്ട് തകർന്നുപോയ ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടമായി ഇവിടുത്തെ OP ബ്ലോക്കും ഇവിടുത്തെ ഫാർമസി ബ്ലോക്കും മാറിയിരിക്കുന്ന ഒരു സംഭവമാണ്. വളരെ വിശാലമായി 35 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം ഇന്ന് പൂർണ്ണമായി അടച്ചിരിക്കുന്നു. ആളുകൾക്ക്, രോഗികൾക്ക് പ്രവേശനമില്ല. ചോർന്നൊലിച്ച് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. നേതാക്കന്മാർ അടക്കമുള്ള കമ്മീഷൻ വ്യവസ്ഥയാണ് കേരളം ഭരിക്കുന്നത്. ഈ കെട്ടിടവും കമ്മീഷൻ വ്യവസ്ഥയിൽ ആളുകൾക്ക് അച്ചാരം വാങ്ങിക്കൊണ്ട്, ലോക്കൽ നേതാക്കന്മാർ അച്ചാരം വാങ്ങിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിച്ച അനാസ്ഥയാണ് ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പിട്ട് ഈ ചോർന്നൊലിക്കുന്ന നടപടിയിലേക്ക് ഈ കെട്ടിടത്തെ കൊണ്ടെത്തിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ചോർച്ച മൂലം വെള്ളം ലീക്ക് ചെയ്ത് ടൈലിന്റെ മുകളിലെല്ലാം ഒഴുകി പരന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ OP പ്രവർത്തനം തൊട്ടടുത്ത കെട്ടിടം വഴി ഇതിന്റെ പ്രവേശനം മാറ്റിയിരിക്കുന്നു. ഈ കാണുന്ന ഭിത്തിയിലെല്ലാം ഇങ്ങനെ വെള്ളം ലീക്കായി സ്വിച്ച് ബോർഡിലേക്ക് ഇറങ്ങി ഇവിടെ ഒരു അപകടാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ സ്ലാബിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഡിസ്പ്ലേ ബോർഡുകളെല്ലാം ഓഫ് ചെയ്തിരിക്കുന്നു. ടോക്കൺ സമ്പ്രദായം നിർത്തിവെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വെള്ളം ഒഴുകി പരക്കുന്ന രീതിയിൽ വളരെ വ്യാപകമായ അഴിമതി ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്നു. ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടമാണ് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണത്തിലുണ്ടായ അഴിമതി മൂലം അടച്ചിടേണ്ട ഒരു സ്ഥിതി ഈ കുളക്കട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നത്.
എത്ര അഴിമതി കഥകൾ പുറത്തു വന്നിട്ടും ഇതൊന്നും തടയാൻ കഴിയാത്ത സർക്കാർ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ഇങ്ങനെ വ്യാപകമായ അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം നിലനിൽക്കുന്ന 35 ലക്ഷം രൂപ എന്തിനിവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ് വളരെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ മറ്റു തരത്തിലുള്ള ആളുകളാരും തന്നെ ഇത് ശ്രദ്ധിക്കാറില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുക, അതിന്റെ പിന്നിലുള്ള ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞാനത് പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അതിന്റെ പിന്നിൽ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന വ്യാപകമായ അഴിമതിയും കൊള്ളയും അത് നടത്താൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പരിഷ്കാരങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണി അതിനകത്ത് പണിയിൽ വന്ന ക്രമക്കേടുകളാണ്. അത് നേരെ ചൊവ്വേ അത് പണിക്ക് ഉപയോഗിക്കേണ്ട വസ്തുക്കൾ അത് നേരെ ചൊവ്വേ ഉപയോഗിക്കാതെ അതിനകത്തുനിന്ന് കമ്മീഷൻ അടിച്ചു എന്നുള്ളതാണ് അതിനകത്ത്. അതുകൊണ്ടാണ് ഈ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ അതിന്റെ പ്രൊപ്പോർഷനായിട്ട് എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരു കാരണവശാലും ഇത്തരം ചോർച്ച ഉണ്ടാവില്ല. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാനവും ഒക്കെ LDF ഭരിച്ചിട്ടും ഇവിടുത്തെ ഒരു MLA ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ഈ ആശുപത്രിയോട് അവഗണനയാണ് കാണിക്കുന്നത്. കുളക്കട പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല, പവത്രേശ്വരം പഞ്ചായത്തിൽ നിന്നും പട്ടാഴി പഞ്ചായത്തിൽ നിന്നും മൈലം പഞ്ചായത്തിൽ നിന്നും ഈ പരിസര പ്രദേശത്തുള്ള മണ്ണടി ഏനാത്ത് ഭാഗത്തു നിന്നൊക്കെ ഉള്ള ധാരാളം രോഗികൾ, നിരാലംബരായ രോഗികൾ ധർമാശുപത്രി എന്ന നിലയിൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത്. ഇത് മാത്രമല്ല സാർ, ഈ ആശുപത്രിയോട് കാണിക്കുന്ന അവഗണന ജീവിതശൈലി രോഗങ്ങളുള്ള ഷുഗർ രോഗികൾക്ക് ഒരു മാസം 4 ഇൻസുലിൻ കൊടുക്കണമെങ്കിൽ പല മാസവും 2 എണ്ണം വീതം കൊടുക്കുന്നു, ചില മാസങ്ങൾ കൊടുക്കുന്നില്ല. 1 രൂപ വരെയുള്ള മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഷുഗറിന്റെ ഗുളിക പോലും കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഈ ആശുപത്രിയിലുള്ളത്. യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ, ആലോചനയില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു സംവിധാനമാണ് അധികാരികൾ മുൻപും ഇപ്പോഴും കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ